ഇന്നലെ നടന്ന UPSC പരീക്ഷയുടെ ഉത്തരങ്ങളാണ് ഇന്നത്തെ വീഡിയോയിൽ ചർച്ച ചെയ്യുന്നത്. ശ്രദ്ധിക്കുക, ഇത് UPSC പരീക്ഷയുടെ PSC നൽകിയ ഒഫീഷ്യൽ ആൻസർ കീയുമായി ബന്ധപ്പെട്ടിട്ടുള്ള ഉത്തരങ്ങളല്ല. അതുകൊണ്ട് ചെറിയ രീതിയിലുള്ള മാറ്റങ്ങൾ വരാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ നമുക്ക് ചോദ്യങ്ങളിലേക്ക് കിടക്കാം. ചോദ്യം 1. 2020 പത്മശ്രീ ലഭിച്ച മൂഴിക്കൽ പങ്കജാക്ഷി ഏത് കലാരൂപത്തിലൂടെയാണ് പ്രശസ്തയായത്? ഓപ്ഷൻ എ കൂടിയാട്ടം, ബി ചാക്യാർകൂത്ത്, സി നോക്കുവിദ്യ പാവകളി, ഡി കാക്കാരശ്ശി നാടകം. ശരി ഉത്തരം ഓപ്ഷൻ സി. ചോദ്യം 2. സ്വതന്ത്ര ഇന്ത്യയിലെ ആദ്യത്തെ വിദ്യാഭ്യാസ മന്ത്രി ആരായിരുന്നു? ഓപ്ഷൻ എ മൗലാന അബുൽ കലാം ആസാദ്, ബി ചന്ദ്രശേഖർ ആസാദ്, സി ഡോക്ടർ BR അംബേദ്കർ, ഡി സി രാജഗോപാലാചാരി. ഉത്തരം ഓപ്ഷൻ എ മൗലാന അബുൽ കലാം ആസാദ്. ചോദ്യം 3. ഇന്ത്യ ഗവൺമെൻറ് നടപ്പിലാക്കിയ പുതിയ നികുതിയായ ചരക്കു സേവന നികുതി അഥവാ GST നിലവിൽ വന്നതെന്ന്? ഓപ്ഷൻ എ 2017 ജൂൺ 1, ബി 2017 ജൂലൈ 1, സി 2017 ഓഗസ്റ്റ് 1, ഡി 2017 സെപ്റ്റംബർ 1. ഉത്തരം 2017 ജൂലൈ 1, ഓപ്ഷൻ ബി. ചോദ്യം 4. തീഹാർ ജയിൽ എവിടെയാണ്? ഓപ്ഷൻസ് എ മുംബൈ, ബി കൊൽക്കത്ത, സി ന്യൂഡൽഹി, ഡി ചെന്നൈ. കറക്റ്റ് ആൻസർ ഓപ്ഷൻ സി. ചോദ്യം 5. കുട്ടികൾക്കെതിരെയുള്ള ലൈംഗികാതിക്രമങ്ങൾ തടയാൻ കൊണ്ടുവന്ന നിയമം ഏത് പേരിൽ അറിയപ്പെടുന്നു? എ എസ്മ, ബി കാപ്പ, സി UAPA, ഡി പോക്സോ. കറക്റ്റ് ആൻസർ ഓപ്ഷൻ ഡി പോക്സോ. ചോദ്യം 6. 2019 പ്രളയത്തിൽ ഏറ്റവും നഷ്ടമുണ്ടാക്കിയ പുത്തുമല ഏത് ജില്ലയിലാണ്? ഓപ്ഷൻസ് എ ഇടുക്കി, ബി വയനാട്, സി കണ്ണൂർ, ഡി പാലക്കാട്. കറക്റ്റ് ആൻസർ ഓപ്ഷൻ ബി വയനാട്. 7ാമത്തെ ചോദ്യം. പൊതുവിദ്യാലയങ്ങളിലെ അടിസ്ഥാന സൗകര്യ വികസനവും വിവരസാങ്കേതിക വിദ്യാ പഠനവും വ്യാപിപ്പിക്കുന്നതിനായി കേരള സർക്കാർ രൂപീകരിച്ച കമ്പനിയുടെ പേരെന്താണ്? ഓപ്ഷൻ എ വിക്ടേഴ്സ്, ബി കൈറ്റ്, സി സമ്പൂർണ്ണ, ഡി സമഗ്ര. ശരി ഉത്തരം ഓപ്ഷൻ ബി കൈറ്റ്. ചോദ്യം 8. ഇന്ത്യയുടെ ആദ്യ ഉപരാഷ്ട്രപതിയായിരുന്ന ഡോക്ടർ S രാധാകൃഷ്ണൻ്റെ ജന്മസ്ഥലം എവിടെയാണ്? എ കൊല്ലൂർ, ബി വിശാഖപട്ടണം, സി ബാംഗ്ലൂർ, ഡി തിരുത്തണി. കറക്റ്റ് ആൻസർ ഓപ്ഷൻ ഡി തിരുത്തണി. 9ാമത്തെ ചോദ്യം. പുതിയ കേന്ദ്രഭരണ പ്രദേശമായ ലഡാക്ക് നിലവിൽ വന്നതെന്ന്? ഓപ്ഷൻ എ 2019 ഒക്ടോബർ 31, ബി 2019 ഒക്ടോബർ 30, സി 2019 ഒക്ടോബർ 29, ഡി 2019 ഒക്ടോബർ 28. ശരിയായ ഉത്തരം ഓപ്ഷൻ എ 2019 ഒക്ടോബർ 31. ചോദ്യം 10. 2020 ICC വനിതാ 2020 വേൾഡ് കപ്പ് ജേതാക്കൾ ആരാണ്? എ ഇന്ത്യ, ബി ഇംഗ്ലണ്ട്, സി ഓസ്ട്രേലിയ, ഡി ഫ്രാൻസ്. ശരി ഉത്തരം ഓപ്ഷൻ സി ഓസ്ട്രേലിയ. ചോദ്യം 11. താഴെ കൊടുത്തിരിക്കുന്ന ഉപകരണങ്ങളിൽ ഏതിലാണ് വൈദ്യുത പ്രവാഹത്തിൻ്റെ താപഫലം പ്രയോജനപ്പെടുത്തിയിരിക്കുന്നത്? ഓപ്ഷൻസ് എ വൈദ്യുത മോട്ടോർ,
ബി ജനറേറ്റർ, സി LED ബൾബ്, ഡി സുരക്ഷാ ഫ്യൂസ്. ശരി ഉത്തരം ഓപ്ഷൻ ഡി സുരക്ഷാ ഫ്യൂസ്. ചോദ്യം 12. വൈദ്യുത ചാർജിൻ്റെ യൂണിറ്റ് എന്ത്? എ ആംപിയർ, ബി കുലോം, സി ഓം, ഡി വോൾട്ട്. ശരി ഉത്തരം ഓപ്ഷൻ ബി കുലോം. ചോദ്യം 13. ഒരു ഉപകരണത്തിൻ്റെ പവറും അതിന് നൽകുന്ന വോൾട്ടേജും തമ്മിലുള്ള അനുപാതമാണ് എ വോൾട്ടേജ്, എ വാട്ടേജ്, ബി വോൾട്ടേജ്, സി ഗേജ്, ഡി ആംപിയറേജ്. ശരി ഉത്തരം ഓപ്ഷൻ ഡി ആംപിയറേജ്. ചോദ്യം 14. ഒരു സർക്യൂട്ടിലെ നേരിയ കറണ്ടിൻ്റെ സാന്നിധ്യവും ദിശയും അറിയാൻ ഉപയോഗിക്കുന്ന ഉപകരണം ഏത്? എ ഗാൽവനോമീറ്റർ, ബി വോൾട്ട് മീറ്റർ, സി വാട്ട് അവർ മീറ്റർ, ഡി അമ്മീറ്റർ. ശരി ഉത്തരം ഓപ്ഷൻ എ ഗാൽവനോമീറ്റർ. ചോദ്യം 15. താഴെ കൊടുത്തിരിക്കുന്നവയിൽ പ്രകാശിക സാന്ദ്രത ഏറ്റവും കൂടിയ മാധ്യമം ഏത്? എ ശൂന്യത, ബി വജ്രം, സി ജലം, ഡി വായു. ശരിയുത്തരം ഓപ്ഷൻ ബി വജ്രം. ചോദ്യം 16. ജലത്തിലെ ക്രിട്ടിക്കൽ കോൺ എത്ര? ഓപ്ഷൻ എ 28 ഡിഗ്രി, ബി 42 ഡിഗ്രി, സി 48.6 ഡിഗ്രി, ഡി 55 ഡിഗ്രി. ശരി ഉത്തരം ഓപ്ഷൻ സി 48.6 ഡിഗ്രി. ചോദ്യം 17. നക്ഷത്രങ്ങൾ മിന്നിത്തിളങ്ങുന്നതിന് കാരണമായ പ്രകാശ പ്രതിഭാസം ഏത്? എ അന്തരീക്ഷ അപവർത്തനം, ബി പ്രതിപതനം, സി വിസരണം, ഡി പ്രകീർണനം. ശരിയുത്തരം ഓപ്ഷൻ എ അന്തരീക്ഷ അപവർത്തനം. ചോദ്യം 18. താഴെ കൊടുക്കുന്നവയിൽ ഏറ്റവും ക്ഷമത കൂടിയ ഇന്ധനം ഏത്? ഓപ്ഷൻ എ CNG, ബി LPG, സി ബയോഗ്യാസ്, ഡി ഹൈഡ്രജൻ. ശരിയുത്തരം ഡി ഹൈഡ്രജൻ. ചോദ്യം 19. സോളാർ സെല്ലിൽ നടക്കുന്ന ഊർജ്ജമാറ്റത്തിന് കാരണമായ പ്രതിഭാസമേത്? ഓപ്ഷൻ എ റെക്ടിഫിക്കേഷൻ, ഓപ്ഷൻ ബി ഫോട്ടോവോൾട്ടൈക് പ്രഭാവം, സി ടിൻഡൽ ഇഫക്റ്റ്, ഡി ഡിറ്റക്ഷൻ. കറക്റ്റ് ആൻസർ ഓപ്ഷൻ ബി ഫോട്ടോവോൾട്ടൈക് പ്രഭാവം. ചോദ്യം 20. നമ്മുടെ രാജ്യത്ത് വിതരണത്തിന് ഉപയോഗിക്കുന്ന AC വൈദ്യുതിയുടെ ആവൃത്തി എത്ര? എ 60 ഹെർട്സ്, ബി 50 ഹെർട്സ്, സി 70 ഹെർട്സ്, ഡി 90 ഹെർട്സ്. ശരിയുത്തരം ഓപ്ഷൻ ബി 50 ഹെർട്സ്. ചോദ്യം 21. ഒരു ആറ്റത്തിൻ്റെ ഒരു സബ്ഷെല്ലിൽ ഉൾക്കൊള്ളാവുന്ന പരമാവധി ഇലക്ട്രോണുകളുടെ എണ്ണം എത്ര? ഇവിടെ ചോദ്യം ക്ലിയർ അല്ല. നമുക്ക് ഓപ്ഷൻ സി 2 ഉത്തരം എഴുതാം. ചോദ്യം 22. താഴെ കൊടുക്കുന്നവയിൽ സംക്രമണ മൂലകം ഏത്? എ ഹൈഡ്രജൻ, ബി മാംഗനീസ്, സി ക്ലോറിൻ, ഡി ആർഗൺ. ചോദ്യം 21. ഒരു ആറ്റത്തിൻ്റെ ഒരു സബ്ഷെല്ലിൽ ഉൾക്കൊള്ളാവുന്ന പരമാവധി ഇലക്ട്രോണുകളുടെ എണ്ണം എത്ര? ഇവിടെ ഏത് സബ്ഷെല്ലാണെന്ന് വ്യക്തമാക്കിയിട്ടില്ല. അതിനാൽ നമുക്കറിയാം SPDF. ഇതിൽ എഫിൻ്റെ കേസ് എടുത്തു കഴിഞ്ഞാൽ പരമാവധി ഇലക്ട്രോണുകളുടെ എണ്ണം 14 ആണ്. ചോദ്യം 22.
താഴെ കൊടുക്കുന്നവയിൽ സംക്രമണ മൂലകം ഏത്? എ ഹൈഡ്രജൻ, ബി മാംഗനീസ്, സി ക്ലോറിൻ, ഡി ആർഗൺ. ഉത്തരം ബി മാംഗനീസ്. 23. ഒരു വാതകത്തിൻ്റെ വ്യാപ്തവും തന്മാത്രകളുടെ എണ്ണവും തമ്മിൽ ബന്ധിപ്പിക്കുന്ന നിയമം ഏത്? എ ബോയിൽ നിയമം, ബി ചാൾസ് നിയമം, സി അവഗാഡ്രോ നിയമം, ഡി പാസ്കൽ നിയമം. ഉത്തരം ഓപ്ഷൻ സി അവഗാഡ്രോ നിയമം. ചോദ്യം 24. സ്വയം ഓക്സീകരണ നിരോക്സീകരണ പ്രവർത്തനം വഴി വേർതിരിയുന്ന ലോഹം ഏത്? ഓപ്ഷൻ എ ഇരുമ്പ്, ബി കോപ്പർ, സി സിങ്ക്, ഡി അലൂമിനിയം. കറക്റ്റ് ആൻസർ ഓപ്ഷൻ ബി കോപ്പർ. ചോദ്യം 25. ഒലിയം എന്നത് ഏത് ആസിഡിൻ്റെ ഗാഢത കൂടിയ രൂപമാണ്? എ സൾഫ്യൂരിക് ആസിഡ്, ബി നൈട്രിക് ആസിഡ്, സി അസറ്റിക് ആസിഡ്, ഡി ഹൈഡ്രോക്ലോറിക് ആസിഡ്. കറക്റ്റ് ആൻസർ ഓപ്ഷൻ എ സൾഫ്യൂരിക് ആസിഡ്. ചോദ്യം 26. കലാമിൻ എന്നത് ഏത് ലോഹത്തിൻ്റെ അയിരാണ്? എ സോഡിയം, ബി ക്രോമിയം, സി സിങ്ക്, ഡി നിക്കൽ. ആൻസർ ഓപ്ഷൻ സി സിങ്ക്. ചോദ്യം 27. താഴെ കൊടുത്തവയിൽ ഏത് അയിരാണ് ലീച്ചിങ് വഴി സാന്ദ്രണം നടത്തുന്നത്? ഓപ്ഷൻ എ അയൺ പൈറൈറ്റ്സ്, ബി കോപ്പർ പൈറൈറ്റിസ്, സി ഹെമറ്റൈറ്റ്, ഡി ബോക്സൈറ്റ്. കറക്റ്റ് ആൻസർ ഓപ്ഷൻ ഡി ബോക്സൈറ്റ്. അടുത്ത ചോദ്യം. ആൽക്കീനുകളുടെ പൊതുവാക്യം എന്ത്? എ CnH2n+4, ബി CnH2n, സി CnH2n+2, ഡി CnH2n-2. കറക്റ്റ് ആൻസർ ഓപ്ഷൻ ബി CnH2n. ചോദ്യം 29. ഗ്രേറ്റ് സ്പിരിറ്റ് എന്നറിയപ്പെടുന്ന ആൽക്കഹോൾ ഏതാണ്? ചോദ്യം ഒരിക്കൽ കൂടി. ഗ്രേറ്റ് സ്പിരിറ്റ് എന്നറിയപ്പെടുന്ന ആൽക്കഹോൾ ഏത്? ഓപ്ഷൻ എ മെത്തനോൾ, ബി ബ്യൂട്ടനോൾ, സി എത്തനോൾ, ഡി പ്രൊപ്പനോൾ. കറക്റ്റ് ആൻസർ ഓപ്ഷൻ സി എത്തനോൾ. ചോദ്യം 30. സ്ഥിരകാന്തങ്ങൾ നിർമ്മിക്കാൻ ഉപയോഗിക്കുന്ന ലോഹസങ്കരം ഏത്? എ നിക്രോം, ബി സ്റ്റീൽ, സി ടങ്സ്റ്റൺ, ഡി അൽനിക്കോ. ആൻസർ ഡി അൽനിക്കോ. ചോദ്യം 31. മനുഷ്യനിൽ ആന്തര സമസ്ഥിതി പാലനത്തിന് സഹായിക്കുന്ന തലച്ചോറിൻ്റെ ഭാഗമേത്? എ സെറിബ്രം, ബി സെറിബെല്ലം, സി തലാമസ്, ഡി ഹൈപ്പോതലാമസ്. ശരിയുത്തരം ഓപ്ഷൻ ഡി ഹൈപ്പോതലാമസ്. 32. മനുഷ്യനേത്രത്തിൽ റോഡ്, കോൺ എന്നീ കോശങ്ങൾ കാണപ്പെടുന്ന പാളി ഏത്? എ ദൃഢപടലം, ബി റെറ്റിന, സി രക്തപടലം, ഡി കോർണിയ. കറക്റ്റ് ആൻസർ ഓപ്ഷൻ ബി റെറ്റിന. ചോദ്യം 33. ജീനിനെ മറ്റൊരു കോശത്തിലേക്ക് എത്തിക്കാനായി ഉപയോഗപ്പെടുത്തുന്ന DNA ആയ വാഹകർക്ക് ഉദാഹരണം താഴെ പറയുന്നവയിൽ ഏത്? എ ലിഗേസ്, ബി പ്ലാസ്മിഡ്, സി റെസ്ട്രിക്ഷൻ എൻഡോന്യൂക്ലിയസ്, ഡി ഇൻസുലിൻ. കറക്റ്റ് ആൻസർ ഓപ്ഷൻ ബി പ്ലാസ്മിഡ്. ചോദ്യം 34. പ്രപഞ്ചത്തിലെ ഇതര ഗോളങ്ങളിലെവിടെയോ ഉദ്ഭവിച്ച ജീവകണികകൾ ആകസ്മികമായി ഭൂമിയിൽ ചേർന്നതാകാം.
ഭൂമിയിലെ ജീവൻ്റെ ഉൽപ്പത്തിയുമായി ബന്ധപ്പെട്ട മേൽ സിദ്ധാന്തത്തിൻ്റെ പേരെന്ത്? ഓപ്ഷൻ എ രാസപരിണാമ സിദ്ധാന്തം, ബി ഉൽപരിവർത്തന സിദ്ധാന്തം, സി പാൻസ്പെർമിയ സിദ്ധാന്തം, ഡി യുറേ മില്ലർ സിദ്ധാന്തം. കറക്റ്റ് ആൻസർ ഓപ്ഷൻ സി പാൻസ്പെർമിയ സിദ്ധാന്തം. ചോദ്യം 35. ആർഡിപിത്തക്കസ് റാമിഡസിൻ്റെ ആദ്യ ഫോസിൽ ലഭിച്ച വൻകര ഏത്? ഓപ്ഷൻ എ ആഫ്രിക്ക, ബി ഏഷ്യ, സി യൂറോപ്പ്, ഡി വടക്കേ അമേരിക്ക. കറക്റ്റ് ആൻസർ ഓപ്ഷൻ എ ആഫ്രിക്ക. ക്വസ്റ്റ്യൻ 36. ഉൽപരിവർത്തന സിദ്ധാന്തം ആവിഷ്കരിച്ചതാര്? എ ചാൾസ് ഡാർവിൻ, ബി ഹ്യൂഗോ ഡിവ്രീസ്, സി ലാമാർക്ക്, ഡി ഗ്രിഗറി മെൻഡൽ. കറക്റ്റ് ആൻസർ ഓപ്ഷൻ ബി ഹ്യൂഗോ ഡിവ്രീസ്. ക്വസ്റ്റ്യൻ 37. ആതിഥേയ കോശങ്ങളിലെ ജനിതക സംവിധാനം പ്രയോജനപ്പെടുത്തുന്ന സൂക്ഷ്മജീവി ഏത്? എ ഫംഗസ്, ബി ബാക്ടീരിയ, സി വൈറസ്, ഡി പ്രോട്ടോസോവ. കറക്റ്റ് ആൻസർ ഓപ്ഷൻ സി വൈറസ്. ചോദ്യം 38. കരളിൽ കൊഴുപ്പ് അടിഞ്ഞുകൂടുന്നത് മൂലമുണ്ടാകുന്ന രോഗമേത്? ഓപ്ഷൻ എ പക്ഷാഘാതം, ബി പ്രമേഹം, സി ഫാറ്റി ലിവർ, ഡി സ്ട്രോക്ക്. ആൻസർ സി ഫാറ്റി ലിവർ. ചോദ്യം 39. താഴെ പറയുന്നവയിൽ നെല്ലിനെ ബാധിക്കുന്ന രോഗമേത്? എ ആന്ത്രാക്സ്, ബി ബ്ലൈറ്റ് രോഗം, സി ദ്രുതവാട്ടം, ഡി കുറുനാമ്പ് രോഗം. ആൻസർ ഓപ്ഷൻ ബി ബ്ലൈറ്റ് രോഗം. 40. ടി ലിംഫോസൈറ്റുകൾ ഉൽപ്പാദിപ്പിക്കപ്പെടുന്ന ഗ്രന്ഥി ഏത്? എ തൈമസ് ഗ്രന്ഥി, ബി പിറ്റ്യൂട്ടറി ഗ്രന്ഥി, സി തൈറോയിഡ് ഗ്രന്ഥി, ഡി അഡ്രീനൽ ഗ്രന്ഥി. ആൻസർ ഓപ്ഷൻ എ തൈമസ് ഗ്രന്ഥി. 41. ജാതിയൊന്ന്, മതമൊന്ന്, കുലമൊന്ന്, ലോകമൊന്ന് എന്ന സന്ദേശം നൽകിയ സാമൂഹ്യ പരിഷ്കർത്താവ്? എ വൈകുണ്ഠസ്വാമികൾ, ബി ശ്രീനാരായണ ഗുരു, സി വാഗ്ഭടാനന്ദൻ, ഡി ഡോക്ടർ പൽപു. ആൻസർ ഓപ്ഷൻ എ വൈകുണ്ഠസ്വാമികൾ. ചോദ്യം 42. കേരളൻ എന്ന തൂലികാനാമത്തിൽ അറിയപ്പെടുന്നതാരും? എ മന്നത്ത് പത്മനാഭൻ, ബി കെ കേളപ്പൻ, സി സഹോദരൻ അയ്യപ്പൻ, ഡി സ്വദേശാഭിമാനി രാമകൃഷ്ണപിള്ള. കറക്റ്റ് ആൻസർ ഓപ്ഷൻ ഡി സ്വദേശാഭിമാനി രാമകൃഷ്ണപിള്ള. ചോദ്യം 43. എൻ്റെ ജീവിത സ്മരണകൾ എന്നത് ആരുടെ ആത്മകഥാ ഗ്രന്ഥമാണ്? എ മന്നത്ത് പത്മനാഭൻ, ബി വി ടി ഭട്ടതിരിപ്പാട്, സി പണ്ഡിറ്റ് കറുപ്പൻ, ഡി പി എൻ പണിക്കർ. ആൻസർ ഓപ്ഷൻ എ മന്നത്ത് പത്മനാഭൻ. ക്വസ്റ്റ്യൻ 44. ബ്രിട്ടീഷുകാർക്കെതിരെ കേരളത്തിൽ നടന്ന ആദ്യ സംഘടിത പ്രക്ഷോഭം? എ പഴശ്ശി കലാപം, ബി മലബാർ കലാപം, സി ആറ്റിങ്ങൽ കലാപം, ഡി കുറിച്യ കലാപം. കറക്റ്റ് ആൻസർ ഓപ്ഷൻ സി ആറ്റിങ്ങൽ കലാപം. ക്വസ്റ്റ്യൻ 45. ശുചീന്ദം കൈമുഖ് എന്ന ദുഷ്ടാചാരം നിർത്തലാക്കിയ തിരുവിതാംകൂർ മഹാരാജാവ് ആര്? ഓപ്ഷൻ എ ശ്രീ ചിത്തിര തിരുനാൾ, ബി സ്വാതി തിരുനാൾ, സി മാർത്താണ്ഡവർമ്മ, ഡി ശ്രീമൂലം തിരുനാൾ. ആൻസർ ഓപ്ഷൻ ബി സ്വാതി തിരുനാൾ. 46. രാജാധികാരത്തെ എതിർത്ത ആദ്യത്തെ വിപ്ലവകാരി ആര്? എ വാഗ്ഭടാനന്ദൻ, ബി ചട്ടമ്പിസ്വാമികൾ, സി വൈകുണ്ഠസ്വാമികൾ, ഡി സഹോദരൻ അയ്യപ്പൻ. കറക്റ്റ് ആൻസർ ഓപ്ഷൻ സി വൈകുണ്ഠസ്വാമികൾ. ചോദ്യം 47. കുഞ്ഞൻപിള്ള എന്ന യഥാർത്ഥ നാമമുള്ള കേരളത്തിലെ നവോത്ഥാന ചിന്തകരിൽ പ്രധാനിയായിരുന്ന വ്യക്തിയാര്?
ഓപ്ഷൻ എ ചട്ടമ്പി സ്വാമികൾ, ബി പട്ടം താണുപിള്ള, സി മന്നത്ത് പത്മനാഭൻ, ഡി ശ്രീനാരായണ ഗുരു. ആൻസർ ഓപ്ഷൻ എ ചട്ടമ്പി സ്വാമികൾ. 48. കേരള നവോത്ഥാനത്തിൻ്റെ വഴിത്തിരിവായി അരുവിപ്പുറം പ്രതിഷ്ഠ നടത്തിയ സാമൂഹ്യ പരിഷ്കർത്താവ്. എ കുമാരഗുരുദേവൻ, ബി ശ്രീനാരായണ ഗുരു, സി അയ്യങ്കാളി, ഡി ചട്ടമ്പി സ്വാമികൾ. ഉത്തരം ബി ശ്രീനാരായണ ഗുരു. 49. ഈഴവരുടെ രാഷ്ട്രീയ നേതാവ് എന്ന് വിശേഷിപ്പിക്കപ്പെടുന്ന വ്യക്തിയാര്? എ ശ്രീനാരായണ ഗുരു, ബി ഡോക്ടർ പൽപ്പു, സി ടി കെ മാധവൻ, ഡി വള്ളോൻ. ആൻസർ ഓപ്ഷൻ ബി ഡോക്ടർ പൽപ്പു. ചോദ്യം 50. ക്ഷേത്രപ്രവേശന വിളംബരത്തിൻ്റെ പ്രയോക്താവ് ആര്? എ ടി കെ മാധവൻ, ബി വി ടി ഭട്ടതിരിപ്പാട്, സി നീലകണ്ഠൻ നമ്പൂതിരി, ഡി കെ കേളപ്പൻ. ആൻസർ ഓപ്ഷൻ എ ടി കെ മാധവൻ. 51. കേരളത്തിലെ വിവേകാനന്ദൻ എന്നറിയപ്പെടുന്നതാര്? എ ചട്ടമ്പി സ്വാമികൾ, ബി വാഗ്ഭടാനന്ദൻ, സി ആഗമാനന്ദ സ്വാമികൾ, ഡി ശങ്കുപിള്ള. ആൻസർ ഓപ്ഷൻ സി ആഗമാനന്ദ സ്വാമികൾ. ചോദ്യം 52. ഈഴവരെയും പുലയരെയും ഒന്നിച്ചു നിർത്തി മിശ്രഭോജനം സംഘടിപ്പിച്ചതാര്? എ സഹോദരൻ അയ്യപ്പൻ, ബി വേലായുധ പണിക്കർ, സി പട്ടം താണുപിള്ള, ഡി കുമാര ഗുരുദേവൻ. ആൻസർ സഹോദരൻ അയ്യപ്പൻ. 53. താഴ്ന്ന വിഭാഗത്തിൽപ്പെട്ടവർക്ക് സഞ്ചാര സ്വാതന്ത്ര്യമില്ലാതിരുന്ന കാലത്ത് വില്ലുവണ്ടി യാത്ര നടത്തിയ സാമൂഹ്യ പരിഷ്കർത്താവ്. എ സഹോദരൻ അയ്യപ്പൻ, ബി അയ്യങ്കാളി, സി ശ്രീനാരായണ ഗുരു, ഡി ടി കെ മാധവൻ. ആൻസർ ഓപ്ഷൻ ബി അയ്യങ്കാളി. 54. വ്യക്തി സത്യാഗ്രഹത്തിനായി ഗാന്ധിജി തിരഞ്ഞെടുത്ത ആദ്യ കേരളീയൻ. ഓപ്ഷൻ എ സർദാർ കെ എം പണിക്കർ, ബി കെ കേളപ്പൻ, സി നീലകണ്ഠൻ നമ്പൂതിരിപ്പാട്, ഡി എ കെ ഗോപാലൻ. ആൻസർ ഓപ്ഷൻ ബി കെ കേളപ്പൻ. അടുത്ത ചോദ്യം ക്വസ്റ്റ്യൻ 55. കൊടുങ്കാറ്റിൻ്റെ മാറ്റൊലി എന്നത് ആരുടെ രചനയാണ്? എ കെ എം പണിക്കർ, ബി മന്നത്ത് പത്മനാഭൻ, സി എ കെ ഗോപാലൻ, ഡി കെ കേളപ്പൻ. ശരിയുത്തരം ഓപ്ഷൻ സി എ കെ ഗോപാലൻ. ചോദ്യം 56. 1913 ചരിത്ര പ്രാധാന്യമുള്ള കായൽ സമ്മേളനത്തിന് നേതൃത്വം വഹിച്ച മഹത് വ്യക്തിയാര്? ഓപ്ഷൻ എ വക്കം അബ്ദുൽ ഖാദർ മൗലവി, ബി പണ്ഡിറ്റ് കറുപ്പൻ, സി കേശവൻ, ഡി വി ടി ഭട്ടതിരിപ്പാട്. ശരിയുത്തരം പണ്ഡിറ്റ് കറുപ്പൻ. ചോദ്യം 57. തിരുവിതാംകൂറിലെ ധീരദേശാഭിമാനിയായിരുന്ന വേലുത്തമ്പി ദളവയുടെ ജനന സ്ഥലം ഏത്? എ തലക്കുളം, ബി തളിക്കുളം, സി കൽപ്പാക്കം, ഡി കുണ്ടറ. ശരിയുത്തരം ഓപ്ഷൻ എ തലക്കുളം. ചോദ്യം 58. പഴശ്ശിരാജയെ കേരള സിംഹം എന്നു വിശേഷിപ്പിച്ചതാര്? എ സർദാർ കെ എം പണിക്കർ, ബി പട്ടം താണുപിള്ള, സി വേലുത്തമ്പി ദളവ, ഡി പാലിയത്തച്ഛൻ. ശരിയുത്തരം സർദാർ കെ എം പണിക്കർ. 59. കുറിച്യ കലാപം നടന്ന വർഷം. എ 1805, ബി 1812, സി 1869, ഡി 1814. ശരിയുത്തരം ഓപ്ഷൻ ബി 1812. ചോദ്യം 60. ക്ഷേത്രപ്രവേശന വിളംബരം എഴുതി തയ്യാറാക്കിയത് ആര്? കുമാരനാശാൻ, കെ കേളപ്പൻ, ഉള്ളൂർ എസ് പരമേശ്വരയ്യർ, ടി കെ മാധവൻ. ശരിയുത്തരം ഓപ്ഷൻ സി ഉള്ളൂർ എസ് പരമേശ്വരയ്യർ. ഇനി ഗണിതവുമായി ബന്ധപ്പെട്ടിട്ടുള്ള 10 ചോദ്യങ്ങളാണ്. ചോദ്യം 61. 1 കൂട്ടണം 2 കൂട്ടണം 3 കൂട്ടണം എന്നിങ്ങനെ തുടർന്ന്
100 വരെ കൂട്ടുമ്പോൾ ഉത്തരം 5050 എങ്കിൽ 3 കൂട്ടണം 6 കൂട്ടണം 9 കൂട്ടണം എന്നിങ്ങനെ തുടർന്ന് 300 വരെ കൂട്ടിയാൽ കിട്ടുന്ന ഉത്തരത്തിൻ്റെ വില കണക്കാക്കുക. ഉത്തരം 15450, ഓപ്ഷൻ ബി 15150, സി 16350, ഡി 12450. ശരി ഉത്തരം ഓപ്ഷൻ ബി 15150. ചോദ്യം 62. 37 ഗുണനം 26 സമം 962 ആണ് എങ്കിൽ 39, 26 എന്നീ സംഖ്യകളുടെ ഗുണനഫലം കണക്കാക്കുക. എ 1014, ബി 988, സി 1040, ഡി 1034. ശരി ഉത്തരം ഓപ്ഷൻ എ 1014. ചോദ്യം 63. ത്രികോണം എ ബി സിയുടെ 3 മൂലകളും വൃത്തത്തെ തൊടുന്നു. എ ബി ഒരു വ്യാസമാണ്. താഴെ തന്നിരിക്കുന്നവയിൽ കോൺ സിയുടെ അളവ് ഏത്? ഓപ്ഷൻ എ 50 ഡിഗ്രി, ബി 120 ഡിഗ്രി, സി 90 ഡിഗ്രി, ഡി 360 ഡിഗ്രി. ശരി ഉത്തരം ഓപ്ഷൻ സി 90 ഡിഗ്രി. ചോദ്യം 64. ചിത്രത്തിൽ എ ബി സി ഡി എന്ന സമചതുരത്തിൻ്റെ 4 മൂലകളുടെയും വൃത്തം. ചോദ്യം 64. ചിത്രത്തിൽ എ ബി സി ഡി എന്ന സമചതുരത്തിൻ്റെ 4 മൂലകളിലൂടെയും വൃത്തം കടന്നു പോകുന്നു. എ സി സമം 10 സെൻറ്റിമീറ്റർ ആണ്. ചിത്രത്തിൽ കണ്ണടച്ചൊരു കുത്തിട്ടാൽ അത് സമചതുരത്തിലാക്കാനുള്ള സാധ്യത എത്ര? ചിത്രം നൽകിയിരിക്കുന്നു. ഓപ്ഷൻസ്: π/3, 3/π, π/2, 2/π. ശരി ഉത്തരം ഓപ്ഷൻ ഡി 2/π. ചോദ്യം 65. ഒരു എണ്ണൽ സംഖ്യയുടെയും അതിൻ്റെ 3 മടങ്ങിനോട് 3 കൂട്ടിയതിൻ്റെയും ഗുണനഫലം 270 ആണ്. സംഖ്യകൾ ഏതെല്ലാം? ഓപ്ഷൻ എ 930, ബി 1033, സി 517, ഡി 621. ശരി ഉത്തരം ഓപ്ഷൻ എ 930. ചോദ്യം 66. ചിത്രത്തിൽ ഒ എ ബി ഒരു സമഭുജ ത്രികോണവും ഒ ആധാര ബിന്ദുവുമാണ്. ഒ എ സമം 6 സെൻറ്റിമീറ്റർ എങ്കിൽ ബിയുടെ സൂചക സംഖ്യകൾ ഏത്? ചിത്രമാണ് കൊടുത്തിട്ടുള്ളത്. ഓപ്ഷൻസ്: എ 3, 3√3, ബി 2, 2√2, സി 3, 3√3, ഡി 6, 3√3. ശരി ഉത്തരം ഓപ്ഷൻ സി 3, 3√3. അടുത്ത ചോദ്യം 67. ഒരു അർദ്ധഗോളത്തിൻ്റെ ഉപരിതല പരപ്പളവ് 360 പൈ ചതുരശ്ര സെൻറ്റിമീറ്റർ ആണ്. ഇതേ ആരമുള്ള ഒരു ഗോളത്തിൻ്റെ ഉപരിതല പരപ്പളവ് എത്ര ചതുരശ്ര സെൻറ്റിമീറ്റർ ആണ്? ഓപ്ഷൻ എ 360 പൈ, ബി 450 പൈ, സി 480 പൈ, ഡി 495 പൈ. ശരി ഉത്തരം ഓപ്ഷൻ സി 480 പൈ. ചോദ്യം 68. എ 33, ബി 62, സി 95 എന്നിവ ഒരു സമാന്തരികത്തിൻ്റെ തുടർച്ചയായ 3 മൂലകളുടെ സൂചക സംഖ്യകളാണ്. 4ാമത്തെ മൂലയുടെ സൂചക സംഖ്യകൾ എഴുതുക.
ഓപ്ഷൻ എ 6-3, ബി 6-6, സി 6-9, ഡി 9-3. ശരി ഉത്തരം ഓപ്ഷൻ ബി 6-6. ചോദ്യം 69. പി ഓഫ് എക്സ് ഇസ് ഈക്വൽ ടു 4x² മൈനസ് 7x+2 എന്ന ബഹുപദത്തിൽ പി ഓഫ് 1 എത്രയായിരിക്കും? എ 2, ബി -2, സി 1, ഡി -1. ശരി ഉത്തരം ഓപ്ഷൻ ഡി -1. ചോദ്യം 70. ഒരു ക്ലാസ്സിലെ കുട്ടികളെ ഉയരത്തിൻ്റെ അടിസ്ഥാനത്തിൽ തരംതിരിച്ച പട്ടിക താഴെ കൊടുക്കുന്നു. പട്ടികയാണ് കൊടുത്തിട്ടുള്ളത്. സാങ്കല്പിക പ്രകാരം മധ്യമ ഉയരം എത്രാമത്തെ കുട്ടിയുടെ ഉയരമാണ്? ഓപ്ഷൻ എ 15, ബി 26, സി 25, ഡി 49. ശരി ഉത്തരം ഓപ്ഷൻ സി 25. ഇനി ഇംഗ്ലീഷ് വിഭാഗത്തിലെ ചോദ്യങ്ങളാണ്. ക്വസ്റ്റ്യൻ 71. അവർ ബസ് വെൻറ്റ് ഡാഷ് ദ ഫോറസ്റ്റ് ടു ദ റിവർ ബാങ്ക്. ഓപ്ഷൻ എ ഇൻ, ബി അക്രോസ്, സി ത്രൂ, ഡി down. Correct answer option C, through. Our bus went through the forest to the river bank. Question 72. Which is an imperative sentence? Option A, he is so cute. B, the plant is green. C, where is my rabbit? D, read this book now. Correct answer option D, read this book now. Question 73. I wish I dash help you. A, can, B, will, C, could, D, had. Correct answer option C, could. I wish I could help you. Question 74. Heavy downpour during the previous week dash the whole area. Option A, had inundated. B, has inundated. C, had been inundated. D, is inundated. Correct answer option A, had inundated. Question 75. The idiom rides the high horse means A, keep away from. B, feel proud. C, put blame on others. D, at the end. Correct answer feel proud. Option B, feel proud. Next question 76. A person who has done something wrong or unlawful, that is equal to option A, philatelist. B, pedantic. C, native. D, miscreant. Correct answer option D, miscreant. Question 76. Dash in the afternoon is not healthy at all. Option A, sleeps. B, sleeping. D, slept. D, none of the above. Correct answer option B, sleeping. Question 78. They will have to dash if they want to catch the train. A, run. B, ran. C, running. D, had run. Correct answer option A, run. Question 79. The tiger was kicked by Fernando dash a gun. Option A, by. B, off. C, with. D, to. Answer option C, with. The tiger was killed by Fernando with a gun. Question 80. If you dash the work, you can go. Options: A, completed.
B. Had completed. C. Completes. D. Complete. Correct answer option D. Complete. If you complete the work, you can go. ഇനി സൈക്കോളജി വിഭാഗത്തിലെ ചോദ്യങ്ങളാണ്. ചോദ്യം 81. സ്കൂൾ പ്രായം എന്ന് എറിക്സൺ വിളിച്ച കാലഘട്ടമാണ് എ. മുൻകൈയെടുക്കൽ അഥവാ കുറ്റബോധം. ബി. സ്വാശ്രയത്വം അഥവാ ലജ്ജ. സി. കർമ്മോത്സുകത അഥവാ അപകർഷത. ഡി. വ്യക്തിത്വ സ്ഥാപനം അഥവാ വ്യക്തിത്വ പ്രതിസന്ധി. ഉത്തരം ഓപ്ഷൻ സി, കർമ്മോത്സുകത ഓർ അപകർഷത. ചോദ്യം 82. എബ്രഹാം മാസ്ലോയുടെ ആവശ്യങ്ങളുടെ ശ്രേണിയിൽ ശാരീരിക ആവശ്യങ്ങൾ എന്നതിനെ തൊട്ടുമുകളിൽ വരുന്ന ആശയമാണ് എബ്രഹാം മാസ്ലോയുടെ ആവശ്യങ്ങളുടെ ശ്രേണിയിൽ ശാരീരിക ആവശ്യങ്ങൾ എന്നതിൻ്റെ തൊട്ടുമുകളിൽ വരുന്ന ആവശ്യമാണ് എ. സൗന്ദര്യാത്മകം. ബി. ആദരിക്കപ്പെടുക. സി. സ്നേഹിക്കപ്പെടുക. ഡി. സുരക്ഷിതത്വം. ശരിയുത്തരം ഡി. സുരക്ഷിതത്വം. 83. ബുദ്ധിയുടെ ജി ഘടകത്തിൻ്റെ സവിശേഷതകളിൽ പെടാത്തത് ഏത്? എ. ജന്മസിദ്ധമാണ്. ബി. സ്ഥിരമാണ്. സി. പരിസ്ഥിതിയിൽ നിന്ന് ആർജിക്കപ്പെടുന്നു. ഡി. പൊതുവായ മാനസിക ശക്തി വിശേഷമാണ്. ശരിയുത്തരം സി. പരിസ്ഥിതിയിൽ നിന്ന് ആർജിക്കപ്പെടുന്നു. ചോദ്യം 84. ലൈംഗിക ചൂഷണം കൂടി വരുന്ന ഈ കാലഘട്ടത്തിൽ ലൈംഗിക ചൂഷണം കൂടി വരുന്ന ഈ കാലഘട്ടത്തിൽ കൗമാരക്കാർക്ക് വളരെ അത്യാവശ്യമായി നടത്തേണ്ട കൗൺസിലിംഗ് ആണ് എ. സുഗര കൗൺസിലിംഗ്. ബി. പ്രതിരോധ കൗൺസിലിംഗ്. സി. പ്രതിസന്ധി നിവാരണ കൗൺസിലിംഗ്. ഡി. വികസന കൗൺസിലിംഗ്. ശരിയുത്തരം ഓപ്ഷൻ ബി, പ്രതിരോധ കൗൺസിലിംഗ്. ചോദ്യം 85. പഠിതാക്കൾ അഹംബോധവും അവർ മുമ്പ് പരിചയപ്പെട്ട ആത്മാഭിമാനം തുടങ്ങിയ ആശയങ്ങളുമായി താരതമ്യം ചെയ്യുന്നതിന് അവസരവും നൽകണം. പഠിതാക്കൾക്ക് അഹംബോധവും അവർ മുമ്പ് പരിചയപ്പെട്ട ആത്മാകാരം. ചോദ്യം 85. പഠിതാക്കൾക്ക് അഹംബോധവും അവർ മുമ്പ് പരിചയപ്പെട്ട ആത്മാഭിമാനം തുടങ്ങിയ ആശയങ്ങളുമായി താരതമ്യം ചെയ്യുന്നതിന് അവസരവും നൽകണം എന്നത് ആരുടെ തത്വമാണ്? ഓപ്ഷൻ എ. കാൾ റോജേഴ്സ്. ബി. വാട്സൺ. സി. സിഗ്മണ്ട് ഫ്രോയിഡ്. ഡി. തോണ്ടേക്ക്. കറക്റ്റ് ആൻസർ ഓപ്ഷൻ എ. കാൾ റോജേഴ്സ്. ചോദ്യം 86. പ്രതിക്രിയാധ്യാപനം ആരുടെ ആശയമാണ്? എ. കോൾബർഗ്. ബി. ബ്രൂണർ. സി. ജീൻ പിയാഷെ. ഡി. വൈഗോട്സ്കി. ആൻസർ ഓപ്ഷൻ ഡി. വൈഗോട്സ്കി. ചോദ്യം 87. ചിത്രത്തിൽ 8 രേഖാഖണ്ഡങ്ങളെ 4 സെറ്റ് രേഖാഖണ്ഡങ്ങളാക്കി പ്രദക്ഷിണം ചെയ്യുന്നു. ഈ പ്രതിഭാസത്തിൻ്റെ പേരാണ്? ഓപ്ഷൻ എ. സാമീപ്യ നിയമം. ബി. സാമ്യതാ നിയമം. സി. സമ്പൂർണ്ണ നിയമം. ഡി. തുടർച്ചാ നിയമം. ശരിയുത്തരം ഓപ്ഷൻ എ. സാമീപ്യ നിയമം. ചോദ്യം 88. ഓർമ്മയുടെ അടിസ്ഥാന ഘടകങ്ങളിൽ പെടുന്നതേത്? എ. ധാരണ. ബി. അനുസ്മരണം. സി. തിരിച്ചറിവ്. ഡി. മുകളിൽ പറഞ്ഞവയെല്ലാം. ശരിയുത്തരം ഓപ്ഷൻ ഡി. മുകളിൽ പറഞ്ഞവയെല്ലാം. ചോദ്യം 89. 13 വയസ്സുള്ള റോണിയുടെ മാനസിക വയസ്സ് 8 എങ്കിൽ ബുദ്ധിമാനത്തിൻ്റെ അടിസ്ഥാനത്തിൽ റോണി ഏത് വിഭാഗത്തിൽപ്പെടും? ഓപ്ഷൻ എ. ശരാശരി. ബി. മൂഢബുദ്ധി. സി. മന്ദബുദ്ധി. ഡി. ക്ഷീണബുദ്ധി.
ശരിയുത്തരം ഓപ്ഷൻ ബി മൂഢബുദ്ധി. ക്വസ്റ്റ്യൻ 90. ക്രിയാഗവേഷണത്തിൻ്റെ ഉപജ്ഞാതാവ് ആര്? ഓപ്ഷൻ എ വില്യം വൂണ്ട്, ബി സ്റ്റീഫൻ എം കോറി, സി ലെറ്റ്നർ വിമർ, ഡി JL മൊറേനോ. കറക്റ്റ് ആൻസർ ഓപ്ഷൻ ബി സ്റ്റീഫൻ എം കോറി. ചോദ്യം 91. മക്കളില്ലാത്ത ധനാഢ്യനായ തോമസ് സാമൂഹ്യ സേവന പ്രവർത്തനങ്ങളിൽ സജീവമായി ഇടപെടുന്നു. ഇത് ഏത് തരം സമായോജന തന്ത്രമാണ്? എ അനുപൂരണം, ബി താതാത്മീകരണം, സി ഉദാത്തീകരണം, ഡി ദമനം. ശരിയുത്തരം ഓപ്ഷൻ സി ഉദാത്തീകരണം. ക്വസ്റ്റ്യൻ 92. ആശയ രൂപീകരണത്തിൻ്റെ പ്രക്രിയാഘട്ടങ്ങൾ താഴെ പറയുന്നവയിൽ ഏതാണ്? ഓപ്ഷൻ എ സംവേദനം, വർഗീകരണം, പ്രത്യക്ഷണം, സാമാന്യവൽക്കരണം, ബി സംവേദനം, പ്രത്യക്ഷണം, വർഗീകരണം, സാമാന്യവൽക്കരണം, സി പ്രത്യക്ഷണം, വർഗീകരണം, സംവേദനം, സാമാന്യവൽക്കരണം, ഡി വർഗീകരണം, സംവേദനം, പ്രത്യക്ഷണം, സാമാന്യവൽക്കരണം. ശരിയുത്തരം ഓപ്ഷൻ ബി സംവേദനം, പ്രത്യക്ഷണം, വർഗീകരണം, സാമാന്യവൽക്കരണം. ചോദ്യം 93. താഴെ പറഞ്ഞിരിക്കുന്നവയിൽ കൂട്ടത്തിൽപ്പെടാത്തത് ആര്? എ മാക്സ് വേർതീമർ, ബി ജോൺ മേയർ, സി ഡാനിയൽ ഗോൾമാൻ, ഡി പീറ്റർ സലോവ. ശരിയുത്തരം ഓപ്ഷൻ എ മാക്സ് വേർതീമർ. ചോദ്യം 94. മനുഷ്യ മനസ്സിലെ പോലീസ് ഫോഴ്സ് എന്നറിയപ്പെടുന്നത്? എ ഇത്, ബി അഹം, സി അത്യഹം, ഡി മുകളിൽ പറഞ്ഞവയെല്ലാം. ശരിയുത്തരം ഓപ്ഷൻ ബി അഹം. 95. ഒരു ക്ലാസ്സിൽ സോഷ്യോഗ്രാം തയ്യാറാക്കിയപ്പോൾ ലീന എന്ന കുട്ടി അനുവിനെയും അനു എന്ന കുട്ടി കരിഷ്മയെയും കരിഷ്മ ലീനയെയും കൂട്ടുകാരായി നിർദ്ദേശിച്ചതായി കണ്ടു. ഇത്തരം കൂട്ടങ്ങളുടെ പേരാണ് എ ക്ലിക്കുകൾ, ബി ഗ്യാങ്ങുകൾ, സി ദ്വന്ദ്ങ്ങൾ, ഡി താരങ്ങൾ. ശരിയുത്തരം ഓപ്ഷൻ എ ക്ലിക്കുകൾ. ക്വസ്റ്റ്യൻ 96. ജയകൃഷ്ണൻ ഒരു നാവികനാണ്, കുമാർ ഒരു ആർക്കിടെക്റ്റാണ്. ഇവരിൽ കാണപ്പെടുന്നത് ഏത് തരം ബഹുമുഖ ബുദ്ധിയാണ്? ഓപ്ഷൻ എ ആന്തരിക വൈയക്തിക ബുദ്ധി, ബി പ്രകൃതിപരമായ ബുദ്ധി, സി ദൃശ്യ സ്ഥലപരമായ ബുദ്ധി, ഡി ശാരീരിക ചലനപരമായ ബുദ്ധി. ശരിയുത്തരം ഓപ്ഷൻ സി ദൃശ്യ സ്ഥലപരമായ ബുദ്ധി. ക്വസ്റ്റ്യൻ 97. ജീൻ പിയാഷെയുടെ അഭിപ്രായത്തിൽ ഞാൻ കരഞ്ഞാൽ അമ്മ വരും, വസ്തുക്കൾ താഴെയിട്ടാൽ ഒച്ചയുണ്ടാകും എന്നിങ്ങനെ കാര്യകാരണ ബന്ധങ്ങളെ കുറിച്ച് ആദ്യ ധാരണ ഉടലെടുക്കുന്ന വൈജ്ഞാനിക വികാസഘട്ടമാണ് എ മൂർത്ത മനോവ്യാപാരഘട്ടം, ബി ഔപചാരിക മനോവ്യാപാരഘട്ടം, സി പ്രാഗ് മനോവ്യാപാരഘട്ടം, ഡി സംവേദക ചാലകഘട്ടം. ശരിയുത്തരം ഓപ്ഷൻ ഡി സംവേദക ചാലകഘട്ടം. ചോദ്യം 98. പഠിതാവ് തൻ്റെ പഠനത്തെ വിമർശനാത്മകമായി സ്വയം വിലയിരുത്തുന്ന രീതിയാണ്? ഓപ്ഷൻ എ പഠനത്തെ വിലയിരുത്തൽ, ബി പഠനത്തിനായുള്ള വിലയിരുത്തൽ, സി പഠനം തന്നെ വിലയിരുത്തൽ, ഡി പഠനത്തെ ആന്തരികമായി വിലയിരുത്തൽ. ശരിയുത്തരം ഓപ്ഷൻ സി പഠനം തന്നെ വിലയിരുത്തൽ. ചോദ്യം 99. അതീത ചിന്ത അഥവാ മെറ്റാകോഗ്നിഷൻ എന്ന ആശയം മുന്നോട്ട് വെച്ചത് ആര്? എ ഫ്ലേവൽ,
ബി കാൾ റോജേഴ്സ്, സി RB കാറ്റൽ, ഡി വില്യം റിച്ച്. ശരി ഉത്തരം ഓപ്ഷൻ ബി ഫ്ലേവൽ. ഓപ്ഷൻ എ ഫ്ലേവൽ. അവസാന ചോദ്യം, താഴെ കൊടുത്തിരിക്കുന്നവയിൽ തെറ്റായ ജോഡി തിരഞ്ഞെടുക്കുക. എ ഘട്ടസിദ്ധാന്തം ജീൻ പിയാഷെ, ബി ബോധനോദ്ദേശ വർഗീകരണം ബെഞ്ചമിൻ ബ്ലൂം, സി സഹവർത്തിത്വ പഠനം വൈഗോട്സ്കി, ഡി വ്യക്തി കേന്ദ്രീകൃത സിദ്ധാന്തം ആൽപോർട്ട്. ശരി ഉത്തരം ഓപ്ഷൻ ഡി വ്യക്തി കേന്ദ്രീകൃത സിദ്ധാന്തം ആൽപോർട്ട്. ഇന്നത്തെ വീഡിയോ ഇവിടെ അവസാനിക്കുകയാണ്. ഈ ഉത്തരങ്ങളുടെ വിശദീകരണം തുടർന്നുള്ള ദിവസങ്ങളിൽ അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും. കൂടാതെ ഒരു സന്തോഷ വാർത്തയുണ്ട്. നമ്മുടെ ഗിവ് അവേ റിസൾട്ട് ബുധനാഴ്ചയായിരിക്കും പ്രഖ്യാപിക്കുന്നത്. ഞങ്ങൾ ചോദിച്ച ചോദ്യങ്ങൾക്ക് ശരിയുത്തരം നൽകുന്നവർക്കാണ് ഗിവ് അവേ വിന്നർ ആവാനുള്ള അവസരം. താഴെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ വീഡിയോ പ്ലേലിസ്റ്റിൻ്റെ ലിങ്ക് കൊടുക്കുന്നുണ്ട്. അപ്പോൾ താല്പര്യമുള്ളവർക്കെല്ലാം പാർട്ടിസിപ്പേറ്റ് ചെയ്യാൻ അവസരമുണ്ട്. അപ്പോൾ ഓൾ ദ ബെസ്റ്റ്. വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യുക, കൂട്ടുകാരിലേക്ക് ഷെയർ ചെയ്യുക.